നിർദ്ദേശിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ 17 വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 28 വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്ക് എത്തിക്കുകയും പോറ്റി അത് വെഞ്ഞാറമ്മൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത്. കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദിശയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു. അല്ല, ഇപ്പൊ ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട്. 2025 അതിനെക്കുറിച്ച് തർക്കമില്ല. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിനും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം SITയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു. അത് വരാൻ പാടില്ലല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ച് SITയെ നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ? അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതിയെ വിശ്വാസമില്ലെന്നല്ലേ. ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യല്ലേ നമ്മൾ. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ, സർക്കാരിൻ്റെ നിലപാടുകൾ ഒരേപോലെയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം. 2019 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളിൽ ആരൊക്കെ ഉത്തരവാദിയാണോ, ഇനി അതല്ല അതിനു മുമ്പ് 97 സമർപ്പിച്ചവിടെ മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അന്വേഷിച്ച് SIT വെളിയിൽ കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കും. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുക. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, X or Y. അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. നിങ്ങൾക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആദ്യം ആ വെളിപ്പെടുത്തൽ വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്.
അതെങ്ങനെയാണ് വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അല്ല, ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിലാദ്യം കയറി കോടതി ഒരു തീരുമാനം എടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെൻറ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്തൊരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെൻറ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നത, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെൻറ്റാണ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിച്ചു. അപ്പോൾ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ളത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനം ഗവൺമെൻറ് എടുക്കാറില്ല. എന്തായാലും രേഖയും വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും രേഖ കിട്ടിയൊന്നും ഞങ്ങളുടെ മുമ്പിലായാലും എങ്ങനെ രേഖ കിട്ടിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ മുമ്പ് ഇങ്ങനെ ഗൂഢാലോചനയൊക്കെ നടത്താൻ കിട്ടിയപ്പോൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റ് മുമ്പിൽ ഇങ്ങനൊരു കറയും കയറുന്നത് നേരത്തെ കിട്ടിയില്ല. കിട്ടിയ സന്ദർഭത്തിൽ തന്നെ സമയബന്ധിതമായി അത് അന്വേഷിക്കാൻ വേണ്ടി SITയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലെയോ കോടതി എടുത്ത നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് അതിനെ എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് പോകണമെന്ന് തന്നെ നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പോഴും അത് തന്നെ. കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായാലും ഇപ്പോഴായാലും സർക്കാർ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് സർക്കാരിന്റെ പ്രതികരണം. അങ്ങനെയല്ല സർക്കാരിന്റെ മൊത്തത്തിൽ. കാരണം എല്ലാ ഉദ്യോഗസ്ഥർ വീഴ്ചയാണെങ്കിലും മുൻധാരണയിലാണ് നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലക്ഷ്യത്തിനോ ഒരു ബന്ധമില്ലെന്ന് ഇപ്പോഴെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, ഒന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചേ. ഞാനിപ്പോൾ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചും പരാമർശവും മറ്റു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വന്നിട്ടില്ല. ഇനി അന്വേഷണത്തിൽ SIT അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിലും വന്നോട്ടെ. അത് പോലീസിനെ വെല്ലുവിളിക്കലല്ലേ, കോടതിയെ വെല്ലുവിളിക്കല്ലേ. കോടതിയും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്റർനെറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സീൽ വെച്ച കവറിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. എന്നുവെച്ചാൽ വാർത്ത വെളിയിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾക്ക് വെളിയിൽ ഈ വാർത്ത പല രൂപത്തിൽ കൊടുത്തിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കും, വിചാരണയും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിയെ ഞങ്ങൾക്ക് ഗവൺമെന്റ് പൂർണ്ണമായി വിശ്വാസമാണ്, ഒരേ നിലപാടാണ് കോടതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് വേറെ ഏത് അന്വേഷണത്തിൽ ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ, പൂർണ്ണമായി ആ കാര്യത്തിൽ ആരുടെ ഉണ്ടെങ്കിലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഇല്ല, നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിന് കുറ്റക്കാരായി വന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴേ കയറി മുൻവിധിയോടുകൂടി പ്രതിയാണെന്ന് പറയണ്ട. ഇല്ല, അത് വരട്ടെ, അതല്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇപ്പൊ അന്വേഷണം ആരംഭിച്ചില്ലേ ഉള്ളൂ. നിങ്ങൾ SIT FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിലേതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോർഡിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. ഓക്കെ, ദേവസ്വം മന്ത്രി VN വാസവൻ അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഹൈക്കോടതി ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും സ്വാഗതാർഹമാണ്. കോടതി ഒരേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി ദേവസ്വം ബോർഡിന് നൽകും. ഇന്നു തന്നെ
FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. പിന്നെ കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ സർക്കാർ വിശ്വസിക്കുന്നു. ആ അന്വേഷണത്തിൽ പൂർണ്ണമായും എല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സർക്കാർ മറ്റൊരു അന്വേഷണ സംഘത്തെ വയ്ക്കാത്തത് എന്നുകൂടി അതുമായി നിലനിൽക്കുന്ന വിവാദങ്ങൾക്ക് മന്ത്രി VN വാസവൻ ഒരു മറുപടി എന്നോണം കൂടി ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു. നമുക്കൊരു